ഹലോ ഫ്രണ്ട്സ്, മലബാർ ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ലക്ഷദ്വീപ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇന്ന് നമ്മുടെ ലക്ഷദ്വീപിലെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കാണാനുള്ളത്. നമ്മുടെ അവസാനത്തെ ദിവസം കൂടിയാണ് ലക്ഷദ്വീപിലെ. അപ്പോൾ നമ്മൾ കവരത്തിയിൽ നിന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ ചെത്തലത്തിൽ ഇറങ്ങിയിട്ട് ചെത്തലത്തിൽ നിന്ന് നേരെ ബേപ്പൂരിലേക്കാണ് നമുക്ക് ഷിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക് പോകാം. ഇങ്ങനെ ഞങ്ങൾ കവരത്തിയിൽ എത്തിയതിന് ശേഷം ഉടനെ തന്നെ ഒരു ബൈക്ക് എടുത്തു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ കറങ്ങാൻ ഇറങ്ങി. അവിടെ മെയിനായിട്ട് അത് തന്നെയാണ്, സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് ഇതൊക്കെയാണുള്ളത്. ബൈക്കിൽ ആണെങ്കിൽ പെട്രോളിന് ചെറിയൊരു വിഷമുള്ളത് 140-150 രൂപയൊക്കെയാണ് ഒരു ലിറ്ററിന് അവിടെ വരുന്നത്. കാരണം എല്ലാം ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പച്ചക്കറി ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും തേങ്ങ അല്ലാത്തത് മുഴുവൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും സാധനത്തിനൊക്കെ. പിന്നെ അവിടുന്ന് നമ്മൾ ബൈക്ക് എടുത്തിട്ട് നേരെ വിട്ടു. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എത്തിപ്പെട്ടത് കവരത്തിയുടെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫ്രണ്ടിൽ അധികം തിരയൊന്നുണ്ടാവില്ല, ഇവിടെ കുറച്ച് തിരകളൊക്കെ ഉണ്ടാവും. കുറച്ച് റഫാണ് കടലിൻ്റെ. എന്തായാലും വെള്ളത്തിലൊന്നും മാറ്റമൊന്നുമില്ല, നല്ല പ്യുവർ വെള്ളമാണ് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഇപ്പോൾ വേറൊരു കാഴ്ച അവിടുന്ന് കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അവിടെ. സിനിമയുടെ പേരെന്താണെന്ന് അറിയില്ല. കമൽ എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്രാവിൻ്റെ ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് കണ്ടിട്ട് നേരെ അവിടുന്ന് പിന്നെ വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് കവരത്തിയുടെ ഒരറ്റമായിട്ടുള്ളൊരു ഭാഗത്തേക്കായിരുന്നു. അവിടെ ഒരു ഷിപ്പ് വന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഷിപ്പ് വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിമെൻറ്റ് ഷിപ്പാണെന്ന് തോന്നുന്നുണ്ട്. സിമെൻറ്റ് കൊണ്ടുവന്ന് ദിശ മാറിയിട്ട് കരയിലോട്ട് അടിച്ച് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളും ആ ഭാഗത്തെ കുറച്ച് കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ലൈറ്റ് ഹൗസിലേക്കായിരുന്നു കവരത്തിയിലെ. അപ്പോൾ പിന്നെ കവരത്തിലെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകളാണ്. ഒരു ഷിപ്പ് വന്ന് കിടപ്പുണ്ട് അവിടെ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ്വീപിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണാം. ദ്വീപും കാണാം, അതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകളും നമുക്ക് കാണാം. അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ മുഴുവൻ തെങ്ങുകളെ കൊണ്ട് നിറഞ്ഞൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അവിടുന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ തേങ്ങ ഒക്കെ കേരളത്തിലേക്ക് ഇഷ്ടംപോലെ കയറ്റി വയ്ക്കുന്ന ഒരു ബിസിനസ് കൂടി ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ പിന്നെ അടുത്ത ഷിപ്പിൽ നമ്മൾ അവിടുന്ന് നേരെ ചെത്തലത്തിലോട്ട് പോയി. ഇനി കുറച്ച് ചെത്തലത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഒരു ബൈക്ക് എടുക്കുക. ബൈക്ക് ഫ്രണ്ടിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് കറങ്ങുക. ഇതാണ് സ്ഥിരം പരിപാടി നമുക്ക് എവിടെ ചെന്നാലും. ചെത്തലത്ത് ദ്വീപ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രദേശമാണ്. ആകെ 2 കിലോമീറ്റർ അത്ര ഉള്ളൂ ഇതിൻ്റെ ചുറ്റളവ് മൊത്തം.
മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ച് കാഴ്ചകൾ കുറച്ച് കുറവാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ നല്ലോണം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എല്ലാവിധ സഹകരണങ്ങളും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും കൊണ്ടുപോകലും സൽക്കാരവും ഭക്ഷണവും എല്ലാം നമുക്ക് തന്നിരുന്നു. ഒന്ന് എടുത്തു പറയേണ്ടത് നമ്മൾ വിളിക്കുന്ന കാസിം ബായ് എന്ന് വിളിക്കും. കാസിം ബായി ആണ് നമുക്ക് ഇവിടെ, മൂപ്പരാണ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത്. മൂപ്പര നാട് കൂടിയാണ് ചത്തിലത്ത്. അപ്പോൾ മൂപ്പര വൈഫും അന്ന് നമ്മളെ കൂടെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. മോൾക്ക് കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ട് മോളെയും കൊണ്ട് കുറച്ച് സമയം നമ്മൾ ഇറങ്ങി വെള്ളത്തിൽ. ശരിക്കും ഇത് കടലാണ്, കണ്ടു കഴിഞ്ഞാൽ കടലാണെന്ന് തോന്നത്തില്ല. തിരയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ശാന്തമായിട്ടുള്ളൊരു കടലെന്ന് പറയാം. അങ്ങനെ കുറച്ച് നേരം മോളൊക്കെ കളിപ്പിച്ചിങ്ങനെ അവിടെ തന്നെ നിന്നു. ഏകദേശം അസ്തമയം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സൂര്യനൊക്കെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന പോലെ അത് കാണാം. അങ്ങനെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴാണ് ഒരു പ്രത്യേകതരം ഒരു മീൻ, എന്താണെന്നറിയില്ല പേര്, ഒരു മീനാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ കരയിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളത്തിലാണുമ്പോൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്ന ഇങ്ങനെ കാഴ്ചകളിങ്ങനെ കുറച്ച് സമയം നമ്മൾ വീക്ഷിച്ചിരുന്നു. അതിനടുത്ത് തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് ചെറുതായിട്ട് കളിക്കാൻ പറ്റുന്ന സ്ഥലം, അതിനടുത്തൊരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടുന്ന് മടങ്ങുന്നത്. ബേപ്പൂരിലേക്കായിരുന്നു ഷിപ്പ്, ചത്തിലത്ത് ടു ബേപ്പൂര്. അങ്ങനെ ഒരു 18 മണിക്കൂറിന് ശേഷം പിറ്റേന്ന് രാവിലെ ഒരു 11 മണി ഏകദേശം ആയപ്പോഴത്തേക്ക് നമ്മൾ ബേപ്പൂര് അടുത്ത് തുടങ്ങി. ബേപ്പൂര് അടുക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. അപ്പോൾ ലക്ഷദ്വീപ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും അമർത്താൻ മറക്കരുത്. അപ്പോഴേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ എത്തിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ലക്ഷദ്വീപ് എപ്പിസോഡുകൾ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.